നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് അടക്കം 4 പേരെ വെറുതെ വിട്ട 6 പ്രതികളെ ശിക്ഷിച്ച വിധിന്യായത്തിൽ പ്രോസിക്യൂഷൻ അന്വേഷണത്തിൽ വരുത്തിയ ഗുരുതരമായ വീഴ്ചകൾ കോടതി നിശിതമായി വിമർശിച്ചിരുന്നു. കൊട്ടേഷൻ നൽകിയെന്ന് പൾസർ സുനി പറഞ്ഞ മാഡം എന്ന വ്യക്തിയെക്കുറിച്ചും സംഭവ ദിവസം സുനിയെ നിരന്തരം വിളിച്ച ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെക്കുറിച്ചുമുള്ള അന്വേഷണത്തിലാണ് പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചത്. സംഭവ ദിവസം 1-ാം പ്രതി പൾസർ സുനിയെ നിരന്തരം വിളിച്ച ശ്രീലക്ഷ്മിയെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിലാണ് കോടതി പ്രധാന വിമർശനം ഉന്നയിച്ചത്. സംഭവ ദിവസം വൈകിട്ടും കൃത്യം നടക്കുന്ന സമയത്തോടടുത്തും ശ്രീലക്ഷ്മി സുനിയെ 6 തവണ വിളിക്കുകയും 7 സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. ശ്രീലക്ഷ്മി സുഹൃത്തുമായി സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണം പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. നടിയെ ആക്രമിച്ച ദിവസം സുനി ആലുവയിൽ നിന്ന് വിളിച്ചിരുന്നുവെന്നും നല്ല കാര്യം ചെയ്യാൻ പോവുകയാണെന്നും അതെന്താണെന്ന് ചോദിക്കരുത് എന്ന് സുനി പറഞ്ഞിരുന്നുവെന്നും ഈ മൊഴിയിൽ പറയുന്നു. ശ്രീലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും എന്നാൽ പ്രസക്തി ഇല്ലാത്തതിനാലാണ് സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നതെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വിശദീകരിച്ചത്. അതിനിടെ ശ്രീലക്ഷ്മി തന്റെ സുഹൃത്തുമായി പൾസർ സുനിയെക്കുറിച്ച് സംസാരിക്കുന്ന ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ ശ്രീലക്ഷ്മി സംസാരിച്ച് തുടങ്ങുന്നത് ഇങ്ങനെ: ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി, ഇന്നത്തെ ന്യൂസ് കണ്ടോ ചേച്ചി എന്ന് ചോദിക്കുന്നു. അതിന് ശ്രീലക്ഷ്മിയുടെ സുഹൃത്ത് നൽകുന്ന മറുപടി ഇങ്ങനെ: ഞാനത് കണ്ടു ലക്ഷ്മി, ഞാനതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. പക്ഷേ ഞാൻ വേറൊരു വഴിക്ക് അന്വേഷിക്കാൻ നോക്കിയപ്പോൾ മനസ്സിലായത് അതൊരു ട്രാപ്പാണെന്നാണ്. എന്തോ ട്രാപ്പ് ചേച്ചി, അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ശ്രീലക്ഷ്മി പറയുന്നു. ഇല്ല എന്നാണ് സുഹൃത്ത് മറുപടി നൽകുന്നത്. അതുതന്നെയാണ് എൻ്റെയും വിശ്വാസം. പക്ഷേ ഇത് വേറെ ഏതോ നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ടെന്ന് സുഹൃത്ത് മറുപടി നൽകുന്നു. ന്യൂസൊക്കെ വരുമ്പോൾ വേറെ രീതിയിലാണല്ലോ എന്ന് തുടർന്ന് ശ്രീലക്ഷ്മി ചോദിക്കുന്നു. ആണ്, സംഭവം ഞാനും കണ്ടു, ഇങ്ങനെ കണ്ടുള്ളൂ, എനിക്ക് യാതൊരു കോൺടാക്റ്റും ഇല്ലെന്ന് സുഹൃത്ത് മറുപടി നൽകുന്നു. കോൺടാക്റ്റ് ഇല്ലാത്തത് മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇത് നാറ്റക്കേസാണ്, അല്ലാതെ സാധാരണ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളെപ്പോലെ സ്റ്റാൻഡേർഡായി ജീവിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നാറ്റക്കേസാകും. ഞാനിത് വേറെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇതൊരു ട്രാപ്പാണ്, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. കാരണം ഇത് കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് ഇറക്കിയെന്ന് പറയുമ്പോൾ തന്നെ അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാകും. ഒരാൾ ഒരിക്കലും ഒരാളുടെ വീടിന് മുന്നിൽ കൊണ്ടുപോയി ഇറക്കില്ലല്ലോ. അപ്പോൾ ഇത് വേറെ ഏതോ രീതിയിലുള്ള ട്രാപ്പാണെന്നാണ് വിവരം കിട്ടിയത്. ഇന്നലെയും കൂടി തന്നെ വിളിച്ചിരുന്നുവെന്ന് ശ്രീലക്ഷ്മി തുടർന്ന് മറുപടി നൽകുന്നു. ആലുവയിലുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നത്, എൻ്റെ അടുത്ത് ചോദിക്കരുത് എന്താ ഏതാ എന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് ലാസ്റ്റ് ഞാൻ വിളിക്കില്ല എന്നും ശ്രീലക്ഷ്മി സംസാരിക്കുന്നു. അതിന് ശ്രീലക്ഷ്മിയുടെ സുഹൃത്ത് പറയുന്നത്: വിളിക്കാൻ ശ്രമിക്കുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്, വെറുതെ ആവശ്യമില്ലാത്ത പുലിവാലിൽ ചെന്ന് ചാടരുത്, ഞാൻ അറിഞ്ഞത് ഇത് ട്രാപ്പാണെന്ന് സുഹൃത്ത് വീണ്ടും ആവർത്തിക്കുന്നു. എവിടുന്നും നല്ല പണി കിട്ടിയിട്ടുണ്ട്, മിക്കവാറും അവിടുന്ന് തന്നെയാകും. ഇപ്പോൾ അതിനൊന്നും ശ്രമിക്കേണ്ട, എല്ലാവരും ട്രാപ്പിലാകും. ഇപ്പോൾ സൈലൻ്റ് ആയിരിക്കുക, ഞാനും എല്ലാ രീതിയിലും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് 100% എനിക്കറിയാം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിലുള്ള ട്രാപ്പാണ്, പെട്ടെന്നൊന്നും ഊരിപ്പോരാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണെന്ന് സുഹൃത്ത് പറയുന്നു. ഇതിപ്പോൾ എങ്ങനെ കോൺടാക്ട് ചെയ്യുമെന്ന് ശ്രീലക്ഷ്മി തുടർന്ന് സുഹൃത്തിനോട് സങ്കടത്തോടെയാണ് ചോദിക്കുന്നത്. അതിന് സുഹൃത്ത് നൽകുന്ന മറുപടി: അറിയില്ല, നീ ഏതായാലും അതിനൊന്നും ശ്രമിക്കേണ്ട, നീ ഇപ്പോൾ അടങ്ങി നിൽക്കുക. ഒന്നാമത് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്, ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കേണ്ട. നിനക്കിനി അടുത്ത വല്ല സാധനവും വീട്ടുകാർ തരാൻ നിൽക്കേണ്ട. എന്തായാലും അവനിട്ട് നല്ല പണി അവിടുന്ന് പോകുന്നുണ്ട്, അതുകൊണ്ട് നിനക്കിട്ടും അവിടുന്ന് പണി കിട്ടാൻ നിൽക്കണ്ട. അവിടെ അടങ്ങി നിൽക്കുക, നിൻ്റെ കാര്യങ്ങൾ നോക്കി, നിനക്ക് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല, നീ ഇതുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ വളരെ ക്വയറ്റായി നിൽക്കുക. അത് പെട്ടെന്നൊന്നും ഊരി പോരാൻ കഴിയുന്ന കാര്യമില്ല. അതുകൊണ്ട് നിനക്ക് എന്തുകൊണ്ടും സമയം വേണ്ടി വരും. അവൻ അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പാണെന്ന് സുഹൃത്ത് മറുപടി നൽകുന്നു. ശ്രീലക്ഷ്മിക്ക് സംഭവത്തെക്കുറിച്ച് അറിയാമായിരുന്നോ എന്ന കാര്യത്തിൽ പോലും കൃത്യമായ വിശദീകരണം നൽകിയില്ല എന്നാണ് കോടതി വിമർശിച്ചത്. ഇവരെ എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല എന്നും കോടതി ചോദ്യം ഉന്നയിച്ചു. പൾസർ സുനി കൊട്ടേഷൻ കൊടുത്തുവെന്ന് പറയുന്ന മാഡം എന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാനും അവരുടെ സാന്നിധ്യം തെളിവ് സഹിതം ബോധ്യപ്പെടുത്താനും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇവരുടെ സ്വകാര്യത മാനിച്ചാണ് വിവരങ്ങൾ ഹാജരാക്കാത്തതെന്നാണ് പ്രോസിക്യൂഷൻ വിശദീകരണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആരാണ് ശ്രീലക്ഷ്മി? ഇവർക്ക് കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പൾസർ സുനി പറയുന്ന മാഡം എന്നയാൾ ഉണ്ടോ എന്നീ കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്താതെ ഗൂഢാലോചന ആരോപിക്കുകയും അത് തെളിയിക്കാൻ സാധിക്കാതെ വരികയുമാണ് പ്രോസിക്യൂഷൻ വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരായ ആരോപണങ്ങൾക്കപ്പുറം വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നതാണ് കോടതിയുടെ പ്രധാന വിമർശനം.